പ്രതിരോധ സാങ്കേതിക വികസനത്തിലെ രാജ്യത്തിൻ്റെ വളർച്ചയെ അടയാളപ്പെടുത്തുന്ന നിരവധി പരീക്ഷണങ്ങളാണ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന റോക്കറ്റുകൾ നമ്മൾ നിർമ്മിച്ച് അത് വിജയകരമായി പരീക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇറേസർ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏതാണ്ട് 17 വേരിയൻറ്റുകൾ, വ്യത്യസ്തമായ ദൂരപരിധികളൊക്കെ ഉപയോഗിക്കുന്ന 17 മോഡലുകൾ നമ്മൾ പരീക്ഷിച്ചിരിക്കുകയാണ്. INS കവരത്തി എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഈ റോക്കറ്റുകൾ, അതായത് സബ്മറൈനുകളെ പോലും തകർക്കാൻ കഴിയുന്ന ആഭ്യന്തരമായി നിർമ്മിച്ച റോക്കറ്റുകൾ പരീക്ഷിച്ചിരിക്കുന്നത്. ഈ റോക്കറ്റുകൾ കൂടി കയ്യിൽ വരുന്നതോടെ ലോകരാജ്യങ്ങളെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് ഈ പ്രതിരോധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ നമ്മൾ വളർച്ച രേഖപ്പെടുത്തുന്നത്. അതായത് ഇന്ത്യ ഫയർ പവറിലും അതുപോലെ തന്നെ നാവിക അന്തർവാഹിനി വിരുദ്ധ ശേഷിയിലും വലിയ വളർച്ച രേഖപ്പെടുത്തി എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ DRDO, ഇന്ത്യൻ നേവി തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ സിസ്റ്റം സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ, തുടർ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയത്. അപ്പോൾ ഇന്ത്യൻ നേവിയുടെ കപ്പലുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ റോക്കറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ജൂൺ 23 മുതൽ ജൂലൈ 7 വരെ നീണ്ട കാലയളവിൽ നമ്മൾ ഈ 17 ഇറേസർ റോക്കറ്റുകളും വിക്ഷേപണം നടത്തി പരീക്ഷിച്ചു. അങ്ങനെ പരീക്ഷിച്ചതെല്ലാം തന്നെ വിജയകരമായെന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടുകൂടി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ടെത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെ, സാങ്കേതിക വിദഗ്ധരെയൊക്കെ തന്നെ അഭിനന്ദിക്കുകയുണ്ടായി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇരട്ട റോക്കറ്റ് മോട്ടോർ കോൺഫിഗറേഷൻ എന്നുള്ളതാണ്. മാത്രമല്ല ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് എന്ന് പറയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച സംവിധാനങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആത്മനിർഭർ ഭാരത്, മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നമ്മൾ തദ്ദേശീയമായി കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാങ്കേതിക മേഖലയിൽ, പ്രതിരോധ മേഖലയിലൊക്കെ നടത്തുന്നു. അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നു. അപ്പോൾ വിവിധ ശ്രേണിയിലുള്ള 17 ഇറേസറുകളും വിജയകരമാണ്. ഇതിൻ്റെ വാർഹെഡുകളെല്ലാം തന്നെ പ്രവർത്തനക്ഷമമാണ്. ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചത് വളരെ സക്സസ് ആണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇരട്ട മോട്ടോർ റോക്കറ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തനതായ അല്ലെങ്കിൽ നമ്മുടേത് മാത്രമായ ഒരു പ്രത്യേകത എന്നാണ് അവകാശപ്പെടുന്നത്. DRDOയുടെ ഭാഗമായ ആർമമെൻറ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറി, നേവൽ സയൻസ് ആൻഡ് ടെക്നോളജിക്കൽ ലബോറട്ടറി എന്നിവ സംയുക്തമായാണ് ഈ റോക്കറ്റ് വികസിപ്പിച്ചത്. ഇപ്പം അന്തർവാഹിനിയൊക്കെ തന്നെ സാധാരണഗതിയിൽ അറ്റാക്ക് ചെയ്യുന്നത് ടോർപിഡോ, മിസൈൽ എന്നിവ ഉപയോഗിച്ചാണ്. എന്നാൽ ചില രാജ്യങ്ങൾ ഈ റോക്കറ്റ് ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ഒരു റോക്കറ്റ് വികസിപ്പിക്കണമെന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഇറേസർ എന്ന് പറയുന്ന എക്സ്റ്റൻഡഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് നമ്മൾ വികസിപ്പിച്ചെടുത്തതും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡെപ്ത് ചാർജറുകളായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ ആണവ അന്തർവാഹിനികൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ ഇതെവിടെയാണോ നിൽക്കുന്നത് ആ സ്ഥലം മുൻകൂട്ടി നിശ്ചയിച്ച ആഴത്തിൽ സമുദ്രത്തിനടിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച ആയുധം വിക്ഷേപിക്കാൻ പറ്റും. അതാണ് ഈ ഡെപ്ത് ചാർജറുകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇറേസറുകളെ നമ്മൾ വികസിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് വിജയിപ്പിച്ചെടുത്തു എന്ന് പറയണം. അപ്പം INS കവരത്തിയിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള റോക്കറ്റുകൾ വിക്ഷേപണം നടത്തുകയും അത് വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വാർഹെഡൊക്കെ വളരെ കൃത്യമാണ്. എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ ടാർഗറ്റിൽ തന്നെ ഇത് ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് വ്യക്തമാകുന്നുണ്ട്. ഇതിൻ്റെ വേഗതയൊക്കെ ഏതാണ്ട് വളരെ കൃത്യമാണ്. അപ്പോൾ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന ഒരു അന്തക റോക്കറ്റ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇത് രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് മുമ്പിൽ തന്നെ വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രവൃത്തിയാണെന്നാണ് ഈ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഈ അടുത്താണ് നമ്മൾ INS തമാൽ എന്ന് പറയുന്ന കപ്പൽ റഷ്യയിൽ നിന്ന് കമ്മീഷൻ ചെയ്തത്. ഇതിനുശേഷം 16 ആൻറ്റി സബ്മറൈൻ വാട്ടർ ക്രാഫ്റ്റ് കപ്പലുകളിൽ ആദ്യത്തേതും രംഗത്തിറക്കിയിട്ടുണ്ട്. ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ അന്തർവാഹിനികളെ തകർക്കുന്ന അന്തക റോക്കറ്റും തയ്യാറാക്കിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള റോക്കറ്റ് തയ്യാറായതോടുകൂടി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ വീണ്ടും നമ്മളിലേക്ക് വരികയാണ്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം
ചൈനയും പാകിസ്ഥാനും സമുദ്രമേഖലയിൽ ഇന്ത്യക്ക് വലിയ ഭീഷണി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യൻ നേവിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കരുത്തു പകരുക, പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഇരട്ട ഭീഷണിയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാത്രമല്ല, അറബിക്കടലിലും ഇത്തരം ഭീഷണി ഉയർത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് സോളാർ ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ലിമിറ്റഡും ഭാരത് ഡൈനാമിക് ലിമിറ്റഡും ചേർന്നാണ് നമുക്ക് ഈ അന്തക റോക്കറ്റ് നിർമ്മിച്ച് തന്നിരിക്കുന്നത്. 8 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ പൂർണ്ണമായും തകർക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. അപ്പോൾ നമ്മുടെ തന്നെ കപ്പലുകളിൽ നിന്ന്, കപ്പലുകളിലുള്ള ലോഞ്ചറുകളിൽ നിന്ന് ഈ റോക്കറ്റ് വിക്ഷേപിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ പുതിയ ആയുധങ്ങൾ, സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ സമുദ്രമേഖല അല്ലെങ്കിൽ അതിർത്തി മേഖലയൊക്കെ കൂടുതൽ ശക്തമായി നിരീക്ഷിക്കാൻ, പ്രതിരോധിക്കാനൊക്കെ ഇതിലൂടെ സാധിക്കുമെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലുമൊക്കെ നിരന്തരമായി ചൈനീസ് ഭീഷണി ഉണ്ടാകുന്നു. ഇനി അത്തരം ഭീഷണി ഉണ്ടായാൽ അന്തർവാഹിനിയുടെ ഭീഷണിയെപ്പോലും നമ്മൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കും, തകർക്കാൻ സാധിക്കും. അപ്പോൾ ഡെപ്ത് ചാർജറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ നമ്മളും ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയും കാലം അന്തർവാഹിനികളുള്ള സ്ഥലത്ത് മുൻകൂട്ടി ഈ ടോർപിഡോകളും മിസൈലുകളും മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ഇതിനൊരു പക്ഷേ ദൂരപരിധി കുറവായിരിക്കാം, എങ്കിലും കൃത്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ലക്ഷ്യത്തെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. ഇത്തരത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം വിജയമാണ്. ഇലക്ട്രോണിക് ടൈം ഫ്യൂസ് എന്ന് പറയുന്നത് വിജയകരമായി പ്രവർത്തിക്കുന്നു. ഇരട്ട മോട്ടോർ റോക്കറ്റ് കോൺഫിഗറേഷൻ അത് വിജയകരമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഈ റോക്കറ്റുകൾ എത്രയും വേഗം കമ്മീഷൻ ചെയ്ത് നമ്മുടെ കപ്പലുകളിൽ ഘടിപ്പിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും സാങ്കേതികപരമായിട്ട് പ്രതിരോധ വികസന രംഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ച, സ്വാശ്രയത്വം ഇതൊക്കെ വെളിവാക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന എക്സ്റ്റൻഡഡ് റേഞ്ച് ആൻറ്റി സബ്മറൈൻ റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളുടെ അന്തർവാഹിനികൾ നമ്മുടെ സമുദ്ര പരിധിയിലേക്ക് എത്തിയാൽ പോലും ഇത്തരത്തിലുള്ള അന്തക റോക്കറ്റുകൾ അവർക്ക് ഭീഷണി ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ DRDO അതുപോലെ തന്നെ ഇന്ത്യൻ നേവി ഇവരുടെ ഗവേഷണ വിഭാഗങ്ങൾ സംയുക്തമായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് ഇന്ത്യക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ചൈനയുടെ കപ്പലുകൾ, അന്തർവാഹിനികളൊക്കെ തന്നെ നമുക്ക് ഭീഷണി ഉയർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെപ്ത് ചാർജറുകൾ ഉപയോഗിച്ച് അന്തർവാഹിനികളെ ആക്രമിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്ക് നമ്മൾ പോകുന്നു. പുതിയ ആയുധം, സാങ്കേതിക വിദ്യയൊക്കെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ പ്രഹരശേഷി ഇതോടുകൂടി വർദ്ധിക്കും. ഇന്ത്യൻ നേവി കൂടുതൽ പവർഫുൾ ആകുമെന്ന് പ്രതിരോധ മന്ത്രി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. INS തമാലും ഈ അടുത്ത സമയത്ത് പുറത്തിറങ്ങി. ഒപ്പമാണ് ഇന്ത്യൻ നേവിയുടെ ആക്രമണ ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളിപ്പോൾ ആൻറ്റി സബ്മറൈൻ റോക്കറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ഇവയുടെ 17 വേരിയൻറ്റുകൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വിജയകരമായിട്ടും മാറിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യൻ കപ്പലുകളിൽ തദ്ദേശീയമായി നിർമ്മിച്ച ലോഞ്ചറുകളിൽ നിന്ന് കൃത്യമായി വിക്ഷേപിക്കാനും സാധിക്കും. അങ്ങനെ വരുന്നതോടുകൂടി ഇനി അന്തർവാഹിനികളുടെ അന്തകൻ എന്ന പേര് ഇറേസർ എന്ന് പറയുന്ന നമ്മുടെ ഈ പുതിയ റോക്കറ്റ് സ്വീകരിച്ചേക്കും. ലോകവും ഒരുപക്ഷെ അന്തർവാഹിനികളുടെ അന്തകൻ എന്നായിരിക്കും ഇറേസറിനെ ഇനി വിശേഷിപ്പിക്കുക. എന്തായാലും പ്രതിരോധ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.